JEE 2024 Phase 1 January 30th Shift 1 Question number 25, that is Section B. Okay, Ray Optics ഒരു question ആണ്. അപ്പം ടോപ്പിക്ക് അപ്പം തന്നെ അറിയാമല്ലോ. The distance between object and 2 times magnified real image produced by a convex lens. അപ്പോൾ ഇത് ലെൻസിൻ്റെ കേസാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ലെൻസ് ഇവിടെ കൊടുക്കാം. നമുക്ക് പ്രിൻസിപ്പൽ ആക്സ് ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ, ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്കിൽ, റിയൽ ഇമേജ് ഉണ്ടാകുന്നെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇൻവേർട്ടഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഇമേജ് എങ്കിൽ ഇത് നമുക്ക് നോക്കാം. എന്തോ ഒരു ഡേറ്റ പറഞ്ഞിട്ടുണ്ട്, 2 times മാഗ്നിഫൈഡ് റിയൽ ഇമേജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് HO ആണെങ്കിൽ HI ഈക്വൽ ടു 2HO. അവിടം വരെ കിട്ടിയല്ലോ. ഓക്കെ അല്ലേടാ മക്കളെ. ഇനി ഈ ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട് 45 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 45 സെൻറ്റിമീറ്റർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ കണ്ടോളൂ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് 2 times റിയൽ ഇമേജ് മാഗ്നിഫൈഡ് റിയൽ ഇമേജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഈസ് 45 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ U+Vയുടെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് എടുക്കുവാണ്. U+V സൈൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. മാഗ്നിറ്റ്യൂഡ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 45 ആണ്. ഓക്കെ അല്ലേടാ. അതുപോലെ തന്നെ V/U അതാണ് മാഗ്നിഫിക്കേഷൻ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് എടുക്കുകയാണ്. M ആണ്. അത് 2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ V ഈക്വൽ ടു 2U ആണ്. V ഈക്വൽ ടു എന്താണ്? 2U ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് U+2U ഈക്വൽ ടു എന്ത് കിട്ടി? 45. ദാറ്റ് ഈസ് 3U ഈക്വൽ ടു എത്രയാണ്? 45. ദാറ്റ് ഈസ് U ഈക്വൽ ടു എത്രയാണ്? 45 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. ഇവിടം വരെ നമ്മളിപ്പോൾ സൈൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് U കിട്ടി. അങ്ങനെയാണെങ്കിൽ V ഈക്വൽ ടു 2U ആണ്. അപ്പോൾ 2U എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ. ഇനി നേരെ എഫ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഇക്വേഷൻ. എഫ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 1/V മൈനസ് 1/U ഈക്വൽ ടു 1/F. V പോസിറ്റീവ് ആണ്, U നെഗറ്റീവ് ആണ്. F ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫ് പോസിറ്റീവായിട്ട് കിട്ടണം. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? പോസിറ്റീവാണ്. നമ്മൾ പ്രോബ്ലം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 1/30, ഇത് മൈനസ് ആവും 1/15 ഈക്വൽ ടു 1/F. ദാറ്റ് ഈസ് 1/30 പ്ലസ് 1/15 ഈക്വൽ ടു 1/F. ഓക്കെ അല്ലേ? ഞാനിവിടെ ഒരു സിംപിളി ഒരു ഇൻറ്റു ടു ചെയ്തു. അപ്പോൾ 30 കോമൺ ഫാക്ടർ LCM ആയി. ഇത് 2+3 എന്ന് പറയുന്ന 2+1 എന്ന് പറയുന്ന 3 ആണ്. ഇതാണ് 1/F. ദെയർഫോർ F ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ അതെന്തായി കിട്ടി? പോസിറ്റീവായിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ സൈൻ അപ്ലൈ ചെയ്തത്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുത്തു. അപ്പം അതാണ് ഏറ്റവും എളുപ്പം, അതുപോലെ തന്നെ ട്രിക്കി മെത്തേഡ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ആ 10 തന്നെ നമുക്കറിയാം പോസിറ്റീവാണ്. അപ്പോൾ +10 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേടാ? ഓക്കെ, താങ്ക് യു.